ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കടന്നുകൊണ്ട് പാട്ടുപാടുകയാണ്. എന്നെ നിങ്ങൾ വെട്ടിക്കൊല്ലണോ, തൂക്കിക്കൊല്ലണോ, കുത്തിക്കൊല്ലണോ, കത്തിക്കണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടാൽ മതി. അവസാന ഹുബൈബ് തങ്ങളുടെ പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്, കഴുത്തിൽ കയറ് മുറുക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങൾ കടന്ന് പിടയുകയാ, ഹുബൈബ് തങ്ങൾ കടന്ന് പിടയുകയാ. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. എല്ലാവരും കളിയാക്കുകയാണ്, എല്ലാവരും ചിരിക്കുകയാണ്. പച്ചയായ ഹുബൈബ് തങ്ങൾ കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോൾ, ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി വലിച്ചു പറിച്ചെടുക്കുമ്പോ ആ മരണവേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങൾ കിടന്ന് പിടയുമ്പോ ആ രംഗം കണ്ടുകൊണ്ടെല്ലാവരും ആസ്വദിക്കുകയാണ്. അതാ തന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ അതാ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മരണമാണ് പറയുന്നത്. ഇത് കഥയല്ലടാ ചെറുപ്പക്കാരാ, ഇതേതെങ്കിലും ഒരു സിനിമാ കഥയല്ല പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സഹാബികളുടെ ചരിത്രമാണ് പറയുന്നത്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴുകുമരത്തിൽ കെട്ടി തൂക്കുമ്പോ, മരണവേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ ആകാശത്ത് നിന്ന് അതാ വരുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ വന്നിട്ട് ചോദിക്കുന്ന, ഹുബൈബേ എന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്, എന്തിനാ വിഷമിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കല്ലേ ഹുബൈബേ, പേടിക്കല്ലേ ഹുബൈബേ, സങ്കടപ്പെടല്ലേ ഹുബൈബേ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, എന്തിനാ നീ പേടിക്കുന്നത്, എന്തിനാ നീ സങ്കടപ്പെടുന്നത്? ഹുബൈബേ പറയടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയടാ ഹുബൈബേ, വിളിച്ചു പറയടാ ഹുബൈബ്. കഴുകുമരത്തിൽ കിടന്ന് പിടയുന്ന ഹുബൈബിനോട് വിളിച്ചു പറയുകയാ, ഷഹാദത്ത് കലിമ വിളിച്ചു പറയടാ. കഴുകുമരത്തിൽ കിടന്ന് മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബ് വിളിച്ചു പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടിത്തീ വീണതുപോലെ, ഇടിത്തീ വീണതുപോലെ അതുവരെ ചിരിച്ചവരുടെ കണ്ണ് തള്ളിപ്പോയി ചെറുപ്പക്കാരാ, പേടിച്ചു പോയടാ ചെറുപ്പക്കാരാ. കഴുകുമരത്തിൽ കിടന്ന് ഹുബൈബ് ഇബ്നു അദിയ് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കരിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ എന്ത് ജോലിയാണെങ്കിലും എല്ലാം മാറ്റിവെച്ചിട്ട് ഓടി വന്ന് നിസ്കരിക്കുന്ന ഉമ്മ, ഭർത്താവ് വേണ്ടുമ്മ, മക്കള് വേണ്ടുമ്മ, കൂടപ്പിറപ്പ് വേണ്ടുമ്മ, കുടുംബക്കാരുടെ ആവശ്യം നിനക്കില്ല ഉമ്മ. നിന്റെ റൂഹ് പിടിക്കുന്ന ആ സമയമുണ്ടല്ലോ, കാലിന്റെ തള്ളവിരല മുതൽ റൂഹ് പിടിച്ച നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് അതാ കാബുലില്ലർവാഹു മലക്ക് അസ്റായീൽ നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കാൻ പോകുന്ന അവസാന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മയോട് പറയുകയാണ്, നിനക്കാര് പറഞ്ഞു തരുമെന്നറിയുമോ? നീ സാധാരണ ഒരു പെണ്ണല്ല. നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും നിസ്കരിക്കാതെ വീടിന്റെ അകത്തിരുന്ന് സീരിയൽ കണ്ടപ്പോ, സിനിമ കണ്ട് ആസ്വദിച്ചപ്പോ, മൊബൈൽ കുത്തി സുഖിച്ചപ്പോ, അതേ വീടിന്റെ നിസ്കാര റൂമിനകത്ത് മുസല്ല വിരിച്ചിട്ട് 5 നേരം നിസ്കരിച്ച ഉമ്മ, അല്ലാഹു
നിന്റെ മരണമാ പറയുന്നത്, നിനക്ക് അല്ലാഹു തരുന്ന മരണമാ പറയുന്നത്. പെങ്ങളെ, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ മുഴുവനും നിസ്കാരത്തിന്റെ സമയത്ത് സ്കൂളിനകത്താകട്ടെ ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ ഒരു തുണിയെങ്കിലും വിരിച്ചിട്ട് നീ നിസ്കരിക്കാറുണ്ടല്ലോ. കളിയാക്കത്തില്ലേ പെങ്ങള്? പരിഹസിക്കാറില്ലേ പെങ്ങള്? കാര്യമാക്കണ്ട മോള്. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളെ നിന്നോട് പറഞ്ഞു തരും, പറ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ പറഞ്ഞു തരും, ബാപ്പാ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ച് കിടന്നുറങ്ങി വെളുപ്പാങ്കാലത്ത് അസ്വലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സുബഹിക്ക് എഴുന്നേറ്റ് വേച്ച് പള്ളിയിൽ പോയി നീയൊക്കെ നിസ്കരിച്ചത് വെറുതെയാണെന്ന് തോന്നുന്നുണ്ടോ ഉപ്പാ? ഇല്ലുപ്പാ, ഇല്ലുപ്പാ. തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് പിടിക്കുന്ന സമയത്തും മലക്കുകളെ പറഞ്ഞു തരികയാ, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അത്ഭുതത്തോടെ നോക്കുകയാണ്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. മലക്കുകൾ പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാ, ഞങ്ങൾ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരാ. പറഞ്ഞോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാ, ചിരിക്കടാ ഹുബൈബ്, ചിരിക്കടാ ഹുബൈബ്. തൂങ്ങിച്ചത്തവന്റെ കണ്ണ് തള്ളുമല്ലോ, അതാ വായിലൂടെ പതയും നുരയും വരാറുണ്ടല്ലോ, മുഖമെല്ലാം കറുത്തു ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ആത്മഹത്യ ചെയ്യുന്നവന്റെ മുഖം കാണുന്നത്. പക്ഷേ ഹുബൈബ് തങ്ങളുടെ മുഖത്തുള്ള പ്രകാശം കാണാൻ തിരക്കായിരുന്നടാ ചെറുപ്പക്കാരാ. എല്ലാരും വന്നിട്ട് നോക്കുന്നു, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു ചിരിയാ അല്ലാഹ്. ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ടോ? ഹുബൈബിന്റെ മുഖത്തടിച്ചിട്ട് ചോദിച്ചവരുണ്ട്. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെയാ ഹുബൈബിന്റെ തലയിരുന്നത്. കഅബാലയത്തിന്റെ നേരെ തലയും വെച്ച് തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിന്റെ മുഖത്തടിച്ചിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, ഹുബൈബ് എന്തൊരു പ്രകാശമാടാ, എന്തൊരു പുഞ്ചിരിയാടാ. ആ മനുഷ്യന് പിൽക്കാലത്ത് മുസ്ലിമായെന്ന ചരിത്രം പറയുകയാ. അവസാനം വാശി കൂടിയടോ, കൊഴുത്തു നാറട്ടെ, മയ്യത്ത് പോലും മുഹമ്മദിന് കൊടുക്കരുത്. ജനാസ പോലും കെടുക്കാതെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാ, അവിടുന്ന് കാവല് നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി, മുത്തുനബിക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ ആരാ പോകുന്നത്? ഹുബൈബിന്റെ ജനാസ ഖബറടക്കാൻ ആരാ പോകുന്നത്? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ശത്രുക്കൾ കാവൽ നിൽക്കുന്നവർ അവർ കണ്ണു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അവർ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്വഹാബി പറയുകയാ, അതാ കണ്ണു കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കളുടെ ഇടയിലേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണോടി വരികയാ. അവള് ചോദിക്കുന്നു, എവിടെ ഉബൈബിന്റെ തലയെവിടെ, ഉബൈബിന്റെ തലയെവിടെ? ശത്രുക്കൾ ചോദിക്കുന്നു, പെണ്ണ് ഈ പുഴുത്തു നാറിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? ഈ ചത്തുപോയവന്റെ തല നിനക്കെന്തിനാണ്? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് അവന്റെ തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് എനിക്കവന്റെ തലയോട്ടി വേണം കള്ളൊടിച്ചു കുടിക്കാൻ.
എനിക്ക് ഹുബൈബിന്റെ തലയോട്ടി വേണം. എന്തിനാ? കള്ളൊഴിച്ചു കുടിക്കാൻ. ഞാൻ ശപഥം ചെയ്തിട്ട് വന്നവളാണ്. ആരാ വെട്ടിത്തരുന്നത്? നിങ്ങളിൽ ആരാണോ ഹുബൈബിന്റെ തല എന്റെ കയ്യിൽ കൊണ്ടുതരുന്നത്, അവന് ഞാൻ എന്റെ ശരീരം തരാമെന്ന് ഓഫർ ചെയ്യുമ്പോ കള്ളു കുടിച്ചു കൊണ്ടിരുന്നവന്മാര് ഉരിപ്പിടിച്ച വാളുമായിട്ട് ഓടുകയാണ്. സ്വഹാബി ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. സുബ്ഹാനല്ലാഹ്, കാണുന്ന രംഗം എന്തെന്നറിയോ? തലവെട്ടാൻ പോയവന്മാര് ജീവനും കൊണ്ടോടുകയാണ്. എല്ലാവരും പരക്കം പായുകയാണ്. ഒന്നും കാണുന്നില്ലടോ. എന്താണ് നടക്കുന്നതെന്നറിയുന്നില്ല. കുറെ സമയം കഴിഞ്ഞു, ഒരുപാട് സമയം കഴിഞ്ഞു. ശാന്തമായപ്പോ ആകാമരത്തിന്റെ മുകളിൽ നിന്ന് സ്വഹാബി ഇറങ്ങുകയാണ്. റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ജനാസ കാണുന്നില്ല. ജനാസ കാണുന്നില്ല. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ചെന്ന് കരഞ്ഞുകൊണ്ട് സംഭവം പറയുകയാണ്. നബിയേ, ജനാസ കാണുന്നില്ല നബിയേ, ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചിരിക്കുകയാണ്. മുത്തുനബി അവിടുന്ന് ചിരിക്കുകയാണ്. സ്വഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കി സ്വഹാബാ. നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന കാലം വരെ റിസ്ക് തരുമടോ. രണ്ട് നല്ല മരണമാണ്. ശഹാദത്ത് കലിമ മലക്കുകൾ പറഞ്ഞു തരികയാണ്. പടച്ചവരെ പുഞ്ചിരിക്കുന്ന മുഖമാണ് പെങ്ങള്. കഅബാലയത്തിന്റെ നേരെയാ ഹുബൈബിന്റെ തലയിരുന്നത്. അവസാനത്തെ പ്രതിഫലം കേൾക്കണോ ചെറുപ്പക്കാരാ? നിസ്കരിക്കുമോ പൊന്നുമോന്? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരാണാകട്ടെ പെണ്ണാകട്ടെ 5 വഖത്ത് നിസ്കരിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? കൂടെ പഠിക്കുന്നവരും കൂടെ നടക്കുന്നവരും നിന്നെ പരിഹസിച്ചാൽ നിസ്കാരം നിർത്തല്ലേ, നിസ്കാരം നിർത്തല്ലേ. ഈ കളിയാക്കുന്നവർ മുഴുവനും നാണം കെടുന്ന ഒരു ദിവസം വരാനുണ്ട്. കൂടെ പഠിച്ചവരൊക്കെ കളിയാക്കിയില്ലേ? ഇവള് മാത്രം വലിയ ബീവിയായിരിക്കുകയാണ്, വലിയ നിസ്കാരക്കാരിയാണ്. കളിയാക്കുമ്പോ തളർന്നു പോകല്ലേ പെങ്ങള്. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരു ദിവസം ഇവിടത്തെ പള്ളികട മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട് പെങ്ങള്. ചെറുപ്പക്കാരാ, എല്ലാവരും നിന്റെ വീട്ടിലേക്ക് ഓടി വരുമടാ. കസേര നിരത്തുകയാ, ടാർപ്പ് കെട്ടുകയാ. വീടിന്റെ പരിസരത്ത് ചൂടുവെള്ളം നിനക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അവസാനം എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നോ. നിന്റെ ജനാസ എടുത്തുകൊണ്ട് കുളിപ്പിക്കാൻ പോവുകയാണ്. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി, നജസുകൾ ഒഴിവാക്കി, നികത്തിനടിയിലെ അഴുക്കുകൾ പോലും എടുത്തു കളഞ്ഞു. നല്ലതുപോലെ കുളിപ്പിക്കുകയാ, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാ, ഒന്നുപടിപ്പിക്കുകയാ, തുടച്ചു വൃത്തിയാക്കുകയാ. പുതിയ വസ്ത്രത്തിലേക്ക് പൊതിയും മോനെ, പുതിയ വസ്ത്രത്തിലേക്ക് പൊതിയും പെങ്ങള്. ഒരാള് വന്നിട്ട് പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എത്ര തിരക്കാണെങ്കിലും എല്ലാവരും മാറി നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ കൊണ്ടുവരികയാ. താഴെ കൊണ്ടുവന്ന് നിലത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണികളുടെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് കിടത്തും ചെറുപ്പക്കാരാ. മോളെ, ആ വെള്ള തുണിക്കകത്ത് നിന്നെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. എല്ലാവരും വന്നിട്ടുണ്ടോ?